സംസ്ഥാനത്തെ അബ്കാരി നയത്തിൽ മാറ്റം വരുത്തി ബാർ ഉടമകൾക്ക് അനുകൂലമായ നടപടികൾ ഉണ്ടാകുമെന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ഉറപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബാർ ഉടമകളുടെ സംഘടന എറണാകുളത്ത് യോഗം ചേർന്ന് ഒരു ബാറുകാരൻ, ഏകദേശം 900-ലധികം ബാറുണ്ട് കേരളത്തിൽ, ഒരു ബാറുകാരൻ 2.5 ലക്ഷം രൂപ വീതം പിരിച്ചു കൊടുത്താൽ മാത്രമേ ബാറുകൾക്ക് അനുകൂലമായ നിലപാട് സർക്കാർ സ്വീകരിക്കുകയുള്ളൂ എന്ന ബാർ ഉടമ നേതാവിനെ, സംഘടനയുടെ നേതാവിൻ്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ്. അല്ലാതെ കിട്ടില്ല, അല്ലാതെ മാറ്റം വരുത്താൻ പറ്റില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ബാറുകൾക്ക്, ഉടമകൾക്ക് ആഗ്രഹിക്കുന്ന ഭേദഗതി അബ്കാരി നിയമത്തിൽ വരുത്തണം, ചട്ടത്തിൽ ഭേദഗതി വരുത്തണമെങ്കിൽ ഒരു ബാറുകാരൻ 2.5 ലക്ഷം രൂപ വെച്ച് കൊടുക്കണം. അങ്ങനെ അത് കളക്ട് ചെയ്ത് തുടങ്ങി. ആ കളക്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നത്. എക്സൈസ് മന്ത്രി ഇത് നിഷേധിക്കുക, എക്സൈസ് മന്ത്രി പറയുക ഇങ്ങനെ ഒരു ചർച്ച തുടങ്ങിയിട്ടില്ല. പക്ഷേ പ്രതിപക്ഷം ഇത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കി. സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിൽ തന്നെ ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി അബ്കാരി ചട്ടത്തിൽ വരുത്തേണ്ട ഭേദഗതികളെ കുറിച്ച് പഠിക്കാൻ. ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല, അബ്കാരി ചട്ടത്തിൽ മദ്യനയത്തിൽ ഭേദഗതി വരുത്താൻ ടൂറിസം സെക്രട്ടറിക്ക് എന്താ കാര്യം? കുറച്ചു കഴിഞ്ഞപ്പോൾ ടൂറിസം ഡയറക്ടർ ഒരു യോഗം വിളിച്ചിരിക്കുക. ടൂറിസം ഡയറക്ടറുടെ യോഗത്തിലെ തീരുമാനത്തിൻ്റെ അജണ്ട എന്ന് പറയുന്നത് മദ്യനയത്തിലുള്ള ഭേദഗതിയാണ്. അപ്പൊ കേരളത്തിൽ ടൂറിസം വകുപ്പാണോ മദ്യനയത്തിൽ ഭേദഗതി വരുത്തുന്നത്? ഇന്നലെ ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു, ഞാനാണ് എക്സൈസ് മന്ത്രി, ഞാനാണ് ഭേദഗതി വരുത്താൻ നേതൃത്വം കൊടുക്കേണ്ടത്, ഞാനാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ യോഗം ചേർന്ന് ഈ ഭേദഗതി വരുത്താനുള്ള തീരുമാനം എടുക്കേണ്ടത്. അത് മന്ത്രി MP രാജേഷ് പ്രതിപക്ഷത്തോടല്ല പറഞ്ഞത്. ഇതിൽ അനാവശ്യമായി ഇടപെട്ട എക്സൈസ് വകുപ്പിനെ ഹൈജാക്ക് ചെയ്ത ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനോടാണ് പറഞ്ഞത്. അദ്ദേഹമാണ് എക്സൈസ് മന്ത്രി. ടൂറിസം വകുപ്പ് ഇപ്പോൾ, അല്ലെ എക്സൈസ് വകുപ്പ് ഇപ്പോൾ ടൂറിസം വകുപ്പ് ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്.